ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വർഷാസ് ലെക്ചർ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. +2 കൊമേഴ്സുകാർക്കും ബികോംകാർക്കും ഒക്കെ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം, അതോടുകൂടി ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കോളാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? 2 or more പേഴ്സൺസ്, അതായത് 2-3 വ്യക്തികൾ തമ്മിൽ ഐഡിയാസ് അല്ലെങ്കിൽ തോട്ട്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നു. അതിനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 2-3 വ്യക്തികൾ തമ്മിൽ ഇപ്പോൾ അവരുടെ ആ ഒരു തോട്ട്സ് അല്ലെങ്കിൽ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ കമ്മ്യൂണിക്കേഷൻ എന്നാണ് സിമ്പിൾ ടേംസിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ. ഓക്കെ ആണല്ലോ. സോ കമ്മ്യൂണിക്കേഷൻ ഡിറൈവ് ചെയ്തത് കമ്മ്യൂണിസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഡിറൈവ് ചെയ്ത് എവിടെ നിന്നാണ്? കമ്മ്യൂണിസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. കമ്മ്യൂണിസ് മീൻസ് കോമൺ. കമ്മ്യൂണിസം എന്ന് വെച്ചാൽ എന്താണ്? കോമൺ. ഓക്കെ, അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഷെയറിംഗ് ഓഫ് ഐഡിയാസ് ഇൻ കോമൺ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? കോമൺ ആയിട്ട് ഐഡിയാസ് ഷെയർ ചെയ്യുന്നതിന് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ. വെൻ വി കമ്മ്യൂണിക്കേറ്റ്, വൈബർ സ്ക്രാമൻ says we are trying to establish a commonness with someone. When we communicate, Weber Scramen says we are trying to establish a commonness with someone. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാളുമായിട്ട് ഒരു കോമൺനെസ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് വൈബർ സ്ക്രാമൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഐഡിയാസ് കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നതിനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ അപ്പം വൈബർ സ്ക്രാമൻ എന്തോ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം നമ്മൾ മറ്റൊരാളായിട്ട് എന്താണ് ഷെയർ ചെയ്യുന്നത്? ഒരു കോമൺനെസ് ആണ് ഷെയർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ 2 അതിൽ കൂടുതലോ പേഴ്സൺസ് തമ്മിൽ എന്താണ് ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് അല്ലെങ്കിൽ നോളജ് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഡിറൈവ് ചെയ്തത് കമ്മ്യൂണിസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. കമ്മ്യൂണിസ് എന്ന് വെച്ചാൽ എന്താണ്? കോമൺ എന്നാണ് അർത്ഥം. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഷെയറിംഗ് ഓഫ് ഐഡിയാസ് ഇൻ കോമൺ. ഓക്കെ, ഇത്ര എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഷോർട്ട് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിലുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഓക്കെ, according to shorter Oxford English Dictionary, communication is the imparting, conveying or exchange of ideas, knowledge, etc., whether by speech, writing or signs. ഓക്കെ, ഷോർട്ട് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിക്കകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ഇംപാർട്ടിംഗ്, കൺവേയിങ് ഓർ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, നോളജ് എക്സെട്ര വെദർ ബൈ സ്പീച്ച്, റൈറ്റിംഗ് ഓർ സയൻസ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്?
കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇപ്പോൾ സ്പീച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റൈറ്റിംഗ്, അല്ലെങ്കിൽ സയൻസ് മീൻസ് ആക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലൂടെയെല്ലാം നമ്മൾ ആ ഒരു നോളജ് അല്ലെങ്കിൽ ഐഡിയാസ് അത് നമ്മൾ ഇമ്പാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കൺവേ ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണ് ഷോർട്ട് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിക്കകത്ത് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇത്ര എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷന്റെ കുറച്ച് ഡെഫിനിഷൻസ് നോക്കാവേ. കെയ്ത്ത് ഡേവിസിന്റെ ഡെഫിനിഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പാസിംഗ് information and understanding from one person to another. Keith Davis എന്താ പറഞ്ഞിരിക്കുന്നത്? Communication is the process of passing information and understanding from one person to another. എന്ന് വെച്ചാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രോസസ് ഓഫ് പാസിംഗ് ഇൻഫർമേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതായത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ ആ ഒരു ഇൻഫർമേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും പാസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് കെയ്ത്ത് ഡേവിസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ഡെഫിനിഷൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഇനി അമേരിക്കൻ മാനേജ്മെന്റ് അസോസിയേഷന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, American Management Association communication as any behavior that results in an exchange of meaning. Okay, American Management Association എന്താ പറഞ്ഞിരിക്കുന്നത്? Communication as a behavior that results in an exchange of meaning. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? മീനിങ്ങിൽ, അതായത് കമ്മ്യൂണിക്കേഷൻ ആസ് എ ബിഹേവിയർ ദാറ്റ് റിസൾട്ട്സ് ഇൻ ആൻ എക്സ്ചേഞ്ച് ഓഫ് മീനിങ്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ബിഹേവിയർ ആണ്, അത് റിസൾട്ട് ചെയ്യുന്ന എവിടെയാണ്? ആൻ എക്സ്ചേഞ്ച് ഓഫ് മീനിങ്. അതായത് നമ്മൾ ആ ഒരു മീനിങ് ആണ് നമ്മൾ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് അമേരിക്കൻ മാനേജ്മെന്റ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. ആ ഡെഫിനിഷൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പഠിച്ചു, കമ്മ്യൂണിക്കേഷൻ ഡിറൈവ് ചെയ്തത് പഠിച്ചു, കമ്മ്യൂണിക്കേഷന്റെ നമ്മൾ ഡെഫിനിഷൻസ് നോക്കി. ഇനി നമുക്ക് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. ഓക്കെ ആണല്ലോ? Elements of communication. ഫസ്റ്റ് എലമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? കമ്മ്യൂണിക്കേറ്റർ. കമ്മ്യൂണിക്കേറ്റർ എന്ന് വെച്ചാൽ ആരാണ്? സെൻഡർ ആണ്. കമ്മ്യൂണിക്കേറ്റർ എന്ന് വെച്ചാൽ ആരാണ്? സെൻഡർ ആണ്. അതായത് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആള്. ആരാണോ ഇപ്പൊ നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിന് ആ പുള്ളിക്കാരനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേറ്റ്. കമ്മ്യൂണിക്കേറ്റ് എന്ന് വെച്ചാൽ ആരാണ്? റിസീവർ ആണ്. കമ്മ്യൂണിക്കേറ്റ് എന്ന് വെച്ചാൽ ആരാണ്? റിസീവർ. നമ്മൾ ആർക്കാണോ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അത് റിസീവ് ചെയ്യുന്ന ആള്, അയാളെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? കമ്മ്യൂണിക്കേറ്റർ, അതായത് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആൾ. നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേറ്റ്, റിസീവർ, മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആൾ. നെക്സ്റ്റ് വൺ ഈസ് മെസ്സേജ്. മെസ്സേജ് എന്ന് വെച്ചാൽ എന്താണ്?
നമ്മൾ എന്താണോ പറയുന്നത് അതിനെയാണ് മെസ്സേജ്. നമ്മൾ ആ ഒരു പേഴ്സണോട് എന്താണ് പറയുന്നത് അതിനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ചാനൽ. ചാനൽ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മൾ ഏത് മോഡിൽ കൂടെയാണ് ഈ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ മെസ്സേജ് ഇപ്പോൾ ഒരാളടുത്ത് പറയുകയാണ്, ഞാനിപ്പോൾ വേറൊരു പേഴ്സണായിട്ട് ഒരു മെസ്സേജ്, അതായത് ഒരു കാര്യം അടുത്ത് പറയുകയാണ്. അപ്പോൾ പറയുമ്പോഴത്തേക്ക് അത് വെർബൽ മോഡാണ്. ഓക്കെ, നമുക്ക് നോൺ വെർബൽ മോഡിലൂടെയും മെസ്സേജ് സെൻഡ് ചെയ്യാം. നോൺ വെർബൽ മോഡ് എന്ന് വെച്ചാൽ ആക്ഷൻസ്, നമുക്കിപ്പോൾ കൈവച്ച് എന്തെങ്കിലും ആക്ഷൻ കാണിക്കുക, അല്ലെങ്കിൽ ചില ലിപ് മൊമെന്റ് ആയി. അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊക്കെ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ അപ്പോൾ അതപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പം ചാനൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ മെസ്സേജ് എങ്ങനെയാണ് അയാൾക്ക് സെൻഡ് ചെയ്യുന്നത്? വെർബൽ മോഡിലാണോ നോൺ വെർബൽ മോഡിലാണോ? അതാണ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റെസ്പോൺസ് ഓർ ഫീഡ്ബാക്ക്. റെസ്പോൺസ് ഓർ ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പം ആ ഒരു വ്യക്തിയോട് പറഞ്ഞു, ഇന്ന കാര്യം പറഞ്ഞതിന് ശേഷം ആ വ്യക്തി നമുക്കിപ്പോൾ എന്താണ്, ഓക്കെ അയാളൊന്ന് എന്തെങ്കിലും റിപ്ലൈ തരികയാണ്, അല്ലെങ്കിൽ അയാൾ ഹെഡ് ഒന്ന് ഷേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് അയാളുടെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ മെസ്സേജ് പറഞ്ഞതിന് ശേഷം അയാൾ തിരിച്ച് അതിനൊരു റിപ്ലൈ നമുക്ക് തരികയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അയാളുടെ ഹെഡ് ഷേക്ക് ചെയ്തു, തല കുലുക്കി. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ അതിനെയാണ് നമ്മൾ റെസ്പോൺസ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് environment and context. എൻവയോൺമെന്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ എവിടെ ഇരുന്നാണ് സംസാരിക്കുന്നത് അതാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കഫേയിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്, അതിനാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ മൈൻഡിന്റെ ഒരു അവസ്ഥയാണ്. അതായത് നമ്മളിപ്പം ഹാപ്പി ആയിട്ടിരുന്നാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ വഴക്ക് കൂടിയിട്ട് വന്നതിന് ശേഷമുള്ള ആ ഒരു ടോക്കായിരിക്കും, സംസാരമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മൈൻഡ് ഒന്നെങ്കിൽ ഫ്രഷ് അല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രഷ് ആയിരിക്കും. അപ്പോൾ ആ ഒരു മൈൻഡിന്റെ അവസ്ഥയാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ആയിട്ടുള്ള സിറ്റിങ്ങും, കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനും. അതാണ് എൻവയോൺമെന്റൽ ആൻഡ് കോണ്ടെക്സ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് നോയ്സ് ഓർ ഇൻഡഫറൻസ്. നോയ്സ് ഓർ ഇൻഡഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പം ഒരാളോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാളൊന്ന് ഇടയ്ക്കൊന്ന് നമ്മളെ ശല്യം ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ടുകൾ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷന് തടസ്സം ഉണ്ടാകും. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷന് തടസ്സം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നോയ്സ് അല്ലെങ്കിൽ ഇൻഡഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ. എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേറ്റർ, സെൻഡർ, കമ്മ്യൂണിക്കേറ്റർ, റിസീവർ, മെസ്സേജ്, ചാനൽ, റെസ്പോൺസ് ഓർ ഫീഡ്ബാക്ക്, എൻവയോൺമെന്റ് ആൻഡ് കോണ്ടെക്സ്റ്റ്, നോയ്സ് ഓർ ഇൻഡഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത്ര എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. എന്താണ് ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ഫസ്റ്റ് ഫീച്ചർ എന്താണ്? ഫസ്റ്റ് ഫീച്ചർ ഈസ് ഇറ്റ് ഇൻവോൾവ്സ് അറ്റ്ലീസ്റ്റ് 2 persons. ഓക്കെ, അതായത് അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺ എങ്കിലും വേണം. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ ആരൊക്കെ വേണം? സെൻഡറും വേണം, റിസീവറും വേണം. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് അറ്റ്ലീസ്റ്റ് 2 persons. ഓക്കെ, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെൻഡർ ഉണ്ടായിരിക്കണം, ഒരു റിസീവർ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അവിടെ കമ്മ്യൂണിക്കേഷൻ ആവത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മെസ്സേജ് ഈസ് മസ്റ്റ്. മെസ്സേജ് ഇസ് മസ്റ്റ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മെസ്സേജ് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ പറയാനായിട്ട് ഒരു കാര്യം ഉണ്ടായിരിക്കണം, അല്ലേ? ഓക്കെ, മെസ്സേജ് എന്ന് വെച്ചാൽ എന്താണ്? കമ്മ്യൂണിക്കേഷന്റെ സബ്ജക്ട് മാറ്റർ ആണ്. മെസ്സേജ് ഇസ് മസ്റ്റ്, കാരണം മെസ്സേജ് ആണ് അവിടുത്തെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, അതാണ് നമ്മുടെ മെസ്സേജ്. അപ്പം മെസ്സേജ് അവിടെ ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഇല്ല. there is no communication if there is no message. Okay, next one is it may be oral, written or gestural. അതായത്
അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഓറൽ ആവാം, അതായത് നമുക്ക് പറയാം, അല്ലെങ്കിൽ റിട്ടേൺ ആയിരിക്കാം, റിട്ടേണും കമ്മ്യൂണിക്കേഷൻ ആണ്. അതല്ലെങ്കിൽ ജസ്റ്റർ, ജസ്റ്റർ മീൻസ് ആക്ഷൻസ്, അതായത് നമുക്ക് കൈ കൊണ്ട് എന്തെങ്കിലും ആക്ഷൻ കാണിക്കാം, അത് കമ്മ്യൂണിക്കേഷൻ ആണ്. ലിപ്പ് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ലിപ്പ് മൂവ്മെന്റ് ചെയ്യുന്നു, അത് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ എന്താണ് നമ്മൾ ജസ്റ്റ് എന്താണ് കണ്ണ് കൊണ്ടിട്ട് നമ്മളിങ്ങനെ പറയുന്നു, ഐ ടു ഐ, അപ്പൊ ഇതെല്ലാം എന്താണ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ആക്ഷൻസ്, അപ്പൊ അതും കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം? ഓറൽ, പറഞ്ഞുകൊണ്ട് ചെയ്യാം, റിട്ടേൺ ചെയ്യാം, അതുപോലെ ജസ്റ്റർ ആക്ഷൻസിലൂടെ എല്ലാം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് എ ടു-വേ പ്രോസസ്. ടു-വേ പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടു-വേ പ്രോസസ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ സെൻഡർ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് നമ്മുടെ റിസീവറിന് മനസ്സിലാവണം. ഓക്കെ, അതായത് ടു-വേ പ്രോസസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷനകത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ കമ്മ്യൂണിക്കേഷനകത്ത് ഇൻഫർമേഷൻ മാത്രമല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇൻഫർമേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് കമ്മ്യൂണിക്കേഷനകത്ത് ഉള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ടാണ് ടു-വേ പ്രോസസ് എന്ന് പറയുന്നത്. അതായത് ഇൻഫർമേഷനും ഉണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ടു-വേ പ്രോസസ്. അതായത് നമ്മുടെ സെൻഡർ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് റിസീവറിന് മനസ്സിലാവണം. അണ്ടർസ്റ്റാൻഡിംഗ് ഇസ് ദ എൻഡ് റിസൾട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അണ്ടർസ്റ്റാൻഡിംഗ് ഇസ് ദ എൻഡ് റിസൾട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ സെൻഡർ സെൻഡ് ചെയ്യുന്ന സെൻഡർ എന്താണോ ഉദ്ദേശിച്ചത് അത് അതുപോലെ തന്നെ നമ്മുടെ റിസീവറിന് മനസ്സിലാവണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനെയാണ് ടു-വേ പ്രോസസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷനകത്ത് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന മാത്രമല്ല അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ടു-വേ പ്രോസസ് ആണ്. നമ്മൾ കെയ്ത്ത് ഡേവിസിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കേഷൻ is the process of passing information and understanding from one person to another. passing information മാത്രമല്ല പാസ് ചെയ്യുന്നത്, അണ്ടർസ്റ്റാൻഡിങ്ങും പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ആ പുള്ളിക്കാരന് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് മനസ്സിലാവണം. ഓക്കെ, അവർക്ക് റിസീവറിന് മനസ്സിലാവണം. ഓക്കെ, അതാണ് ടു-വേ പ്രോസസ് എന്ന് വെച്ചാൽ. നെക്സ്റ്റ് വൺ ഇസ് പ്രൈമറി പർപ്പസ് ഇസ് ടു ഗെറ്റ് എ റെസ്പോൺസ്. ഇറ്റ്സ് പ്രൈമറി പർപ്പസ് ഇസ് ടു ഗെറ്റ് എ റെസ്പോൺസ്. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രൈമറി പർപ്പസ്, കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതായത് ആ ഒരു റെസ്പോൺസ് കിട്ടണമെന്നുള്ളത്. അതായത് നമ്മുടെ സെൻഡറിനെ ആ ഒരു റിസീവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് കഴിഞ്ഞ് അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്താൽ മാത്രമേ അയാളുടെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മെസ്സേജ് ഒക്കെ പ്രോപ്പറായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യണം, വെൽ ടൈംഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് റിസീവറിൽ നിന്ന് ഒരു റെസ്പോൺസ് കിട്ടത്തുള്ളൂ. അതായത് നമ്മുടെ സെൻഡറിന് റിസീവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം. അതായത് നമുക്ക് ആ ഒരു റെസ്പോൺസ് കിട്ടണമല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റെസ്പോൺസ് കിട്ടുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് മേ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. ഓക്കെ, ഫോർമൽ ഓർ ഇൻഫോർമൽ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർഗനൈസേഷനിൽ എംപ്ലോയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എംപ്ലോയർ ഇപ്പോൾ എംപ്ലോയിയോട് പറയുകയാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതെന്താണ്? അവരുടെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫോർമലും ഉണ്ട് ഇൻഫോർമലും ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഫ്ലോസ് ഫ്രം upward, downward and from side to side. എന്താണ് ഈ അപ്വേർഡ്, ഡൗൺവേർഡ്, സൈഡ് ടു സൈഡ് എന്നൊക്കെ പറയുന്നത്? അപ്വേർഡ് എന്ന് വെച്ചാൽ സുപ്പീരിയർ സബോർഡിനേറ്റിനോട് സബോർഡിനേറ്റ് ഇപ്പോൾ സുപ്പീരിയറോട് എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു. ആരാണ്? സബോർഡിനേറ്റ് സുപ്പീരിയറിനോട്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ സബോർഡിനേറ്റ് അവരുടെ സുപ്പീരിയർ ആയിട്ടിരിക്കുന്ന ആളിനോട് എന്തെങ്കിലും ഒരു സജഷൻ പറയുന്നത് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സുപ്പീരിയർ സബോർഡിനേറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സൈഡ് ടു സൈഡ് എന്ന് വെച്ചാൽ ഈ സബോർഡിനേറ്റ്സ് തമ്മിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് സൈഡ് ടു സൈഡ് എന്ന് പറയുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡൗൺവേർഡ് ഉണ്ട്, സൈഡ് ടു സൈഡും ഉണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച്. എന്താണ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ? ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ 2 or more പേഴ്സൺസ് തമ്മിലുള്ള ആ ഒരു ഷെയറിങ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്,
തോട്ട്സ് എന്നാണ് പറയുന്നതെന്നാണ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിനകത്ത് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ 2-3 വ്യക്തികൾ നമ്മൾ ആ ഒരു ഐഡിയാസ് അല്ലെങ്കിൽ ആ ഒരു തോട്ട്സ് അത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നു. സോ അപ്പോൾ അതാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത് ഇത്രയുമാണ് ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഇൻവോൾവ്സ് അറ്റ്ലീസ്റ്റ് 2 persons, message is must, oral, written or gestural, two-way process, get a response. It may be formal or primary purpose is to get a response. It may be formal or informal. It flows from upward, downward and from side to side. It is an integral part of process of exchange. ഇത് ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ടായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങളുടെ റെസ്പോൺസ് എല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കണം. താങ്ക് യു.